ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് പരാമട്ട റെയിൽവേ സ്റ്റേഷൻ, അതായത് ട്രെയിന്, പ്ലാറ്റ്ഫോം, ടിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിലൊക്കെ എന്തൊക്കെയോ പണി നടക്കുന്നതുകൊണ്ട് ഇന്ന് റെയിൽവേ സർവീസ് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് ബസ് സ്റ്റേഷനിൽ ബസ്സുകളാണ് ഉണ്ടായിരുന്നത്. സാധാരണ ബസ്സുകളും ഉണ്ട്, അതുപോലെ തന്നെ ഈ ട്രെയിൻ ഇല്ലാത്തത് കൊണ്ട് അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് ബസ്സുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ ബസ്സിലൊക്കെ കയറി പോകണ്ടേ, മതി വേണ്ട, നമുക്കിവിടെ അടുത്തുള്ളൊരു സ്ട്രീറ്റിൽ പോകാമെന്ന് വെച്ചിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും നടക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് കാണാം സൈഡിലേക്ക് കൂടി ബസ് പോകുന്ന കാഴ്ചകളാണ്. ഇവിടുത്തെ ബസ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വേറൊരു വീഡിയോയിൽ, ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ, കണ്ടക്ടറും ക്ലീനറും ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കാർഡ് വെച്ചിട്ട് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ കാർഡ് അവിടെ വെക്കുക, പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ പിന്നെയും കാർഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഡിഡക്റ്റ് ആവും. പിന്നെ എന്താണ് ഇത്, നമ്മൾ ഹാരിസ് പാർക്കിലേക്കാണ് പോകുന്നത്. ഹാരിസ് പാർക്കിൽ ഒരു ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് ഉണ്ട്, അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇവിടെ പൊതുവെ എല്ലാം കാമാണ് കേട്ടോ. ഈ കാണുന്നത് വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി ആണ്. അതിന്റെ ഭാഗമാണ് നേരെ ഓപ്പോസിറ്റ് ഉള്ളത്. ഫുൾ കുറേ ഒരു വലിയ ഭാഗം തന്നെ ഉണ്ട്. അത് പരാമട്ട സ്ക്വയറിന്റെ ഭാഗമായിട്ടും വരും. പിന്നെ വണ്ടികൾ കാണാൻ പറ്റും. എല്ലാവരും ഭയങ്കര ലൈക്ക് വെയിറ്റ് ചെയ്തിട്ട്, അങ്ങനത്തെ തിരക്കും ഇല്ല, ഒന്നുമില്ല. റൂൾസ് എല്ലാം കൃത്യമായിട്ട് പാലിച്ചിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര കാം ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് ആണ്. അങ്ങനെ ഒരു ശബ്ദ കോലാഹലങ്ങളില്ല, പ്രശ്നങ്ങളില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും അവരവരുടെ കാര്യം നോക്കി സൈലന്റ് ആയിട്ട് ജീവിച്ചു പോകുന്നു. പീസ്ഫുൾ ആണ്. ഹാപ്പിയാണ് എല്ലാവരും. പിന്നെ അവരവരുടെ ജീവിതത്തിൽ എന്താണോ ഇല്ലത് അതിനെ കൊണ്ട് എല്ലാവരും ഹാപ്പിയാണ്. ഇല്ലാത്തതിനെ കുറിച്ചിട്ട് ആരും ചിന്തിക്കുന്നില്ല. ഇല്ലതിനെ കുറിച്ച് സന്തോഷിച്ച് അങ്ങ് ജീവിച്ചു പോകുന്നു. അങ്ങനത്തെ ഒരു ലൈഫാണ് ഇവിടെ മെജോറിറ്റി ആൾക്കാരും ജീവിച്ചു പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ കാണുന്നതാണ് ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഹാരിസ് പാർക്കിലെ ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റാണ് നമ്മൾ കാണുന്നത്. ആ നേരെ ഫസ്റ്റ് കാണുന്നത് ഒരു ഹോട്ടലാണ് കേട്ടോ. അത് ഇൻഡോ ചൈനീസ് ക്വിസീൻസ് ഒക്കെ കിട്ടുന്ന ഹോട്ടലാണ്. പിന്നെ അതിന്റെ ബാക്കിൽ ഹാരിസ് പാർക്ക് എന്ന് പറഞ്ഞൊരു എന്താ പറയാ സ്ഥലമാണ്. അവിടെ ആൾക്കാർ ഇന്ത്യൻസ് ആണ് മെജോറിറ്റി ഇവിടെ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നേപ്പാളീസ് ക്വിസീൻസ് കിട്ടുന്ന ഒരു ഹോട്ടലാണത്. ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോൾ അത് അമ്പലമാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ലൈറ്റിംഗ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അമ്പലം, എന്നോട് പറഞ്ഞു അതെ അതെ അമ്പലം, അവിടെ എത്തിയിട്ട് പോവാം. നോക്കുമ്പോൾ അത് ഹോട്ടലാന്ന് മനസ്സിലായത്. പിന്നെ നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്പും ബിൽഡിങ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ ട്രഡീഷണൽ അറ്റയർ ആയിട്ടുള്ള നമ്മളെ സാരിയൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. ഇത് കണ്ടോ, ഒരു സാരി ഷോപ്പാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നോർത്ത് ഇന്ത്യൻ സ്നാക്സ് ഒക്കെ വിൽക്കുന്ന ഒരു കൊൽക്കത്താന്ന് ബോർഡൊക്കെ വെച്ചൊരു ഷോപ്പുണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ കുറച്ച് ഇന്ത്യൻ ആയിട്ടുള്ള ചെറിയ ഇന്ത്യൻ ടച്ചുള്ള കുറച്ച് പൂക്കളും അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത കുറേ ബിൽഡിങ്സ് ഒക്കെ കണ്ടു. നമ്മളെ ലഡാക്ക് ട്രാവലൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കയ്യിലുണ്ടാവുന്ന ആ ഒരു ഫ്ലാഗ് ഉണ്ടല്ലോ, മണികർണിക എന്നൊക്കെ എഴുതിയിട്ടുള്ളത്, അതുണ്ടായിരുന്നു അവിടെ. പിന്നെ അതുപോലെ തന്നെ മോമോസ് വെക്കുന്ന 2 ചേട്ടന്മാര്, ഒരാൾ എന്നോട് ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. നമ്മളിപ്പോ മുഖത്തോട് മുഖം നോക്കിയാൽ ചിരിക്കും, ഹലോ ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കും. അങ്ങനെ എന്താ പറയണ്ടേ, ഒരു അങ്ങനത്തെ ബാഡ് മൂഡിലൊന്നുമുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മുന്നോട്ട് നമ്മൾ വീണ്ടും പോയപ്പോൾ പലതരം ഷോപ്പുകളുണ്ട്. ഒരു സൈഡിൽ നേരെ ഓപ്പോസിറ്റിൽ റെയിൽവേ ട്രാക്കാണ്. അപ്പുറത്ത് വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ട്. റെസിഡൻഷ്യൽ ഏരിയ എന്ന് തോന്നുന്നു. പിന്നെ 2 സൈഡിലും വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ഇന്ത്യൻ ബുട്ടീക്കാണ്. ഇവിടെ ഫുൾ ഇന്ത്യൻ അറ്റയർസ്, പ്രത്യേകിച്ച് ലേഡീസിന് പറ്റിയ ഇന്ത്യൻ അറ്റയർസ് ഉള്ള സ്ഥലമാണെന്ന് എനിക്ക് തോന്നി. നമ്മൾ പോയിട്ടൊന്നുമില്ല. പിന്നെ ഇത് ഒരു ഷോപ്പിംഗ് ഏരിയ ആണ്. ഇവിടെ പിന്നെ ഫുഡ് കഴിക്കേണ്ട സ്പേസ് ഉണ്ട്. നമുക്ക് പിന്നെ പാർലർ യൂസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. വിമെന്നും മെന്നും ഉള്ള സെപ്പറേറ്റ് പാർലർ സൗകര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇന്ത്യൻ മാലയും വളയൊക്കെ വെക്കുന്ന ഒരാൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിനൊന്ന് മുടിയും താടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കേണ്ടതുകൊണ്ട് നമ്മൾ അവിടുത്തെ പാർലറിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് പഞ്ചാബി ചേട്ടന്മാരാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അവരിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇന്ത്യയിലത്തെ കഥയും ഓസ്ട്രേലിയയിലെ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ലൈക്ക് മുടിയൊക്കെ കട്ട് ചെയ്തു. എന്നിട്ട് നമ്മള് സാധനം വാങ്ങിക്കാൻ പോയി. നമ്മൾ രാധേ ഇപ്പൊ കണ്ടോ നിങ്ങൾ, രാധേ സൂപ്പർ മാർക്കറ്റിലാണ് നമ്മൾ സാധനം വാങ്ങാറ്. കാരണം ഇന്ത്യൻ ഫുഡ് കഴിച്ച എനിക്ക് ഈ ഇവിടുത്തെ ഫുഡൊന്നും ഉണ്ടാക്കാനൊന്നും അറിയൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചോറും കറിയൊന്നും ഇല്ലാണ്ട് ശരിയാവില്ല. അങ്ങനെ നമ്മള് എല്ലാ ആഴ്ചയും കുറച്ച് കുറച്ച് സാധനം വാങ്ങിയിട്ടാണ് നമ്മള് ജീവിക്കുന്നത് ഇവിടെ. അപ്പൊ നമ്മള് ചോറും നമ്മൾ അരിയും അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളെ ഇന്ത്യൻ സ്നാക്സ് ഒക്കെ കിട്ടും. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മളെ നമ്മളെ നാട്ടിലെ ഫുഡൊക്കെ ഇവിടെ കാണുമ്പോൾ. പിന്നെ ഈ പൂക്കളായിട്ട് നിങ്ങൾ കാണുന്ന ഒറിജിനൽ പൂവൊന്നുമല്ല, അതൊക്കെ പ്ലാസ്റ്റിക് പൂവാണ്. പിന്നെ ആടെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഗുഡ് ഡേ ബിസ്ക്കറ്റ് എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ എന്റെ ഭർത്താവിന് ഇങ്ങനെ കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ആണ് താല്പര്യം. അപ്പോൾ ഇങ്ങനെ അതൊക്കെ നോക്കുക. ഇത് നമ്മളെ സ്നാക്ക് അല്ല, നോർത്ത് ഇന്ത്യൻ സ്നാക്ക് ആണ്. പിന്നെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്, ലഡു ഉണ്ട്, പിന്നെ ചോന്ന ലഡു, മഞ്ഞ ലഡു, പിന്നെ ഈ പേട പോലത്തെ സാധനങ്ങള്,
ജിലേബി ഒരുവിധ സാധനമൊക്കെ ഇവിടെയുണ്ട്. അതൊക്കെ നോക്കി അതൊക്കെ വീഡിയോ എടുത്തു. നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. കാരണം നമ്മളെ നാട്ടില് ഇല്ലാത്ത സാധനം ഇവിടെയുണ്ട്. ഒരു മുറുക്കില്ലേ? നമ്മള് മുറുക്കൊക്കെ ഇവിടെ കിട്ടും നമുക്ക്. അതൊക്കെ കാണുമ്പോ സത്യം എനിക്ക് മുറുക്ക് ഭയങ്കര ഇഷ്ടാ. പിന്നെ ഇത് ഗുജറാത്തി ഡിഷായ ഢോക്ല എന്ന് പറയും. അതൊക്കെ റെഡി ടു ഈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഗുലാബ് ജാമുൻ ഇല്ലേ? കറുത്ത ഗുലാബ് ജാമുൻ, നമ്മളെ ചുവന്ന ഗുലാബ് ജാമുൻ അങ്ങനെയുള്ള സാധനം. പിന്നെ മുറുക്ക്, കൂന്തി, നമ്മള് ഗൂന്തി ഇല്ലേ? അതൊക്കെയുണ്ട്. അങ്ങനെ പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇങ്ങനെയെല്ലാം ഞാൻ വീഡിയോ എടുത്തു. നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. പിന്നെ നമ്മളെ ചെറിയ ചെറിയ കേക്ക് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ടിക് ടാക്ക് ഒക്കെ ഇല്ലേ? നമ്മളെ മൗത്ത് ഫ്രഷ്നർ ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന അതുണ്ട്. പിന്നെ ഇത് നമ്മളെ ഡ്രിങ്ക്സിന്റെ ഏരിയ ആണ്. നമ്മളെ ഇന്ത്യൻ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ ഡ്രിങ്ക്സും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ടിക് ടാക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ബില്ലിംഗ് ഒരു അടിപൊളിയാട്ടോ. കാരണം അവരെന്താണോ സ്കാൻ ചെയ്യുന്നത് അത് നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ വിസിബിൾ ആവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ നമ്മള് വാങ്ങിയ സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇത്ര പൈസയായി. എന്നിട്ടേ നമ്മള് ബില്ല് കൊടുക്കേണ്ടി വരും. നമ്മൾ എന്നിട്ട് ബില്ല് വാങ്ങിയിട്ട് പിന്നെയും ബില്ല് നോക്കേണ്ട ആവശ്യമില്ല. നമ്മള് സാധനം അവര് സ്കാൻ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നമ്മളെ കസ്റ്റമറിന്റെ സൈഡിലേക്ക് ഒരു സ്ക്രീൻ ഉണ്ട് ഇങ്ങനെ. അങ്ങനെ നമ്മള് സാധനമൊക്കെ വാങ്ങി പിന്നെ നമ്മള് മെയിൻ സ്ട്രീറ്റിലേക്ക് വെറുതെ ഒന്ന് നടക്കാന്ന് വിചാരിച്ച്. എന്റെ ഭർത്താവിന് ഭയങ്കര ചായപ്രിയനാണ്. ഞാൻ ചായയെ കുടിക്കാത്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് കൂടിയിട്ട് ഇപ്പൊ ഇടക്കിടക്ക് ചായ കുടിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഐ ലവ് ചായ എന്ന് പറഞ്ഞൊരു സ്പേസ് ഉണ്ട്. തന്തൂരി ചായയൊക്കെ വെക്കുന്ന സ്ഥലമാണ്. ഇത് തന്തൂർ. തന്തൂർ എന്ന് പറഞ്ഞാല് നമുക്കറിയാലോ തന്തൂരി റൊട്ടി, തന്തൂരി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന അടുപ്പാണ് തന്തൂർ. അതിന്റെ അകത്ത് ഉണ്ടാക്കുന്ന ചായയാണ് തന്തൂരി ചായ. അതായത് ഈ മണ്ണ് കൊണ്ടുള്ള മട്ക എന്ന് പറയും. മണ്ണ് കൊണ്ടുള്ള കുഞ്ഞി പാത്രം. അതിങ്ങനെ ചൂടാക്കി ഈ തന്തൂരിലിട്ട് ചൂടാക്കിയിട്ട് അതിന്റെ അകത്ത് ചായ ഒഴിച്ച് തിളക്കും. അത് ചൂടുള്ള സാധനത്തിൽ ഒഴിക്കുമ്പോൾ തന്നെ അത് തിളച്ചു വരുമല്ലോ. അതിൽ കുറച്ച് സമയം വെച്ച ചായനെയാണ് തന്തൂരി ചായ എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കുന്ന ചേട്ടനാണത്. കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. പക്ഷേങ്കില് എനിക്ക് പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര വലിയ വീഡിയോ റെക്കോർഡർ ഒന്നുമല്ല. നമ്മളിങ്ങനെ പഠിച്ചു വരുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ തന്തൂരി ചായയും ഉണ്ടാക്കുന്നത് നോക്കി. പിന്നെ നമ്മളത് ടേക്ക് അവേയാ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാല് ഗുഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക്കിന്റെ അകത്ത് അവര് നമ്മൾക്ക് തരും. അത് ഇവിടുത്തെ ചായ നമ്മുടെ നാട്ടിലുള്ള ചായക്ക് മൂടി ഉണ്ടാവില്ലല്ലോ. ഇവിടുത്തെ ചായക്ക് ഉണ്ട്. ആ മൂടിയുണ്ട്. ആ മൂടിന്റെ ഇടയിൽ ഒരു ഓട്ടയും ഉണ്ടാവും. ആ ഓട്ടയിലേക്ക് കൂടിയാണ് നമ്മൾ കുടിക്കണ്ടേ. പക്ഷെ അതെനിക്കെന്തോ ഒരു ശരിയില്ല. തന്തൂരി ചായ എന്ന് പറഞ്ഞ ഷോപ്പാണ്. അങ്ങനെ ഞാന് ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുവന്ന് ഇത് തുറന്നു വെച്ച്. കുറച്ച് സമയം തണിയട്ടെ എന്ന് വിചാരിച്ച്. അപ്പൊ ജിലേബി ഇതിന്റെ നെക്സ്റ്റ് ഒരു സ്ഥലത്ത് ജിലേബി ഇങ്ങനെ ഉണ്ടാക്കും. ലൈവായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു എനിക്ക് കുറച്ച് ജിലേബി വാങ്ങി തരുമോ? പറഞ്ഞു നോ നോ. എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും വാങ്ങി തരുന്നില്ല. ജിലേബി ഉണ്ടാക്കുന്നെങ്കിലും കാണാം. നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരും ചെയ്യാലോ എന്ന് വെച്ചാൽ അതും എടുത്തു. ഇതാണ് ലിറ്റിൽ ഇന്ത്യന്റെ ബോർഡ്. അങ്ങനെ നമ്മൾ ലിറ്റിൽ ഇന്ത്യ കുറച്ച് എക്സ്പ്ലോർ ചെയ്തു. നിങ്ങൾക്കും കുറച്ച് കാണിക്കാൻ കഴിഞ്ഞു. വണ്ടികളെല്ലാം പോകുന്നുണ്ട്. കാരണം ഇന്ത്യൻസ് അധികവും ഷോപ്പ് ചെയ്യുക ഇവിടുന്നാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫുഡ് അങ്ങനത്തെ എല്ലാം ഇവിടുന്ന് കിട്ടുമല്ലോ. അപ്പോ അങ്ങനെ ലിറ്റിൽ ഇന്ത്യ നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ പിന്നെ ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.